നെയ്യാറ്റിൻകരയിൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരെ പോലും നടുക്കിയ ദാരുണമായ ഒരു സംഭവമാണ് 1 വയസ്സുകാരനായ ഇഹാൻ എന്ന കുരുന്നിന്റെ അകാല മരണം. സാധാരണ നിലയിൽ കുഞ്ഞുങ്ങൾ ഏറെ ഇഷ്ടത്തോടെ കഴിക്കുന്ന ബിസ്ക്കറ്റ് കഴിച്ചതിന് പിന്നാലെ കുഞ്ഞു കുഴഞ്ഞു വീണ് മരിച്ചുവെന്ന വാർത്ത കേവലം ഒരു അപകട മരണം എന്നതിനപ്പുറം വലിയൊരു കുറ്റകൃത്യത്തിന്റെയോ അല്ലെങ്കിൽ കുടുംബ കലഹത്തിന്റെയോ നിഴലിലാണെന്ന് സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. ഈ സംഭവത്തിൽ കുഞ്ഞിന്റെ പിതാവായ കാനിരംകുളം സ്വദേശി ഷിജിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. പ്രാഥമിക വിവരങ്ങൾ പ്രകാരം ഷിജിൽ വാങ്ങി നൽകിയ ബിസ്ക്കറ്റ് കഴിച്ച ഉടനെയാണ് കുഞ്ഞിന്റെ ആരോഗ്യനില വഷളായതെന്ന മാതാവ് കൃഷ്ണപ്രിയയുടെ മൊഴി കേസിലെ നിർണായക കണ്ണിയായി മാറുന്നു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയാണ് കേരള മനസാക്ഷിയെ നടുക്കിയ ഈ സംഭവം അരങ്ങേറുന്നത്. സംഭവ ദിവസം രാത്രി ഷിജിൽ വാങ്ങിക്കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കൃഷ്ണപ്രിയ കുഞ്ഞിന് നൽകുകയായിരുന്നു. ബിസ്ക്കറ്റ് കഴിച്ചു തുടങ്ങിയതിനു പിന്നാലെ കുഞ്ഞ് അസ്വാഭാവികമായ രീതിയിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും നിമിഷങ്ങൾക്കകം കുഴഞ്ഞു വീഴുകയും ചെയ്തു. ഉടൻ തന്നെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ കുഞ്ഞിന്റെ വായയിൽ നിന്ന് നുരയും പതയും വന്നിരുന്നതായും ശരീരം അസ്വാഭാവിക രീതിയിൽ തണുത്തിരുന്നതായും ഡോക്ടർ നിരീക്ഷിച്ചിരുന്നു. കൂടാതെ കുഞ്ഞിന്റെ ചുണ്ടുകൾക്ക് നിറവ്യത്യാസം വന്നതായും ശ്രദ്ധയിൽപ്പെട്ടു. സാധാരണഗതിയിൽ വിഷാംശം ഉള്ളിൽ ചെന്നാലോ അല്ലെങ്കിൽ മസ്തിഷ്ക സംബന്ധമായ ഗുരുതരമായ ആഘാതങ്ങൾ ഉണ്ടായാലോ പ്രകടമാകുന്ന ലക്ഷണങ്ങളാണിവ. കൃഷ്ണപ്രിയയുടെ ബന്ധുക്കൾ മരണത്തിൽ കടുത്ത ദുരൂഹത ആരോപിച്ച് രംഗത്തെത്തിയതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. ഷിജിലും കൃഷ്ണപ്രിയയും തമ്മിൽ ദീർഘകാലമായി കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നത് ഈ കേസിലെ സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഇരുവരും തമ്മിലുള്ള വഴക്കിനെ തുടർന്ന് മാസങ്ങളോളം അകന്നു കഴിയുകയായിരുന്നു. ഏകദേശം ഒരാഴ്ച മുമ്പ് മാത്രമാണ് ഇവർ ഒന്നിച്ച് താമസിക്കാൻ തീരുമാനിച്ചത്. ഇതിനു പിന്നാലെ ഇത്തരം ഒരു മരണം സംഭവിച്ചത് ആസൂത്രിതമായ നീക്കമാണോ എന്ന ദിശയിലാണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് ഡോക്ടർമാർ ചോദിച്ച ചോദ്യങ്ങൾക്ക് രക്ഷിതാക്കൾ നൽകിയ മറുപടികളിലും വൈരുദ്ധ്യങ്ങൾ പ്രകടമായിരുന്നു. കുഞ്ഞ് നിലത്ത് വീണോ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ഇല്ലെന്നായിരുന്നു മറുപടി. എന്നാൽ ഒരാഴ്ച മുമ്പ് കുഞ്ഞ് വീണതിനെ തുടർന്ന് കൈക്ക് പരിക്കേൽക്കുകയും കാരക്കോണം മെഡിക്കൽ കോളേജിൽ നിന്ന് പ്ലാസ്റ്റർ ഇടുകയും ചെയ്തിരുന്നു എന്ന വിവരം പിന്നീട് പുറത്തു വന്നു. കുഞ്ഞിന്റെ വയറിൽ ഏതോ തരത്തിലുള്ള ക്ഷതമേറ്റതായി പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഇത് വീഴ്ചയിൽ സംഭവിച്ചതാണോ അതോ ആരെങ്കിലും ബോധപൂർവ്വം ഉപദ്രവിച്ചതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ബിസ്ക്കറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശം കലർന്നിട്ടുണ്ടോ എന്നറിയാൻ ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ബിസ്ക്കറ്റ് കഴിച്ച ഉടനെ നുരയും പതയും വന്നതിനാൽ വിഷപ്രയോഗത്തിനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. ഷിജിലിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കൃഷ്ണപ്രിയയെ ആദ്യം കസ്റ്റഡിയിൽ എടുത്തിരുന്നെങ്കിലും പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചു. ഷിജിൽ കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കുട്ടിക്ക് നൽകുക മാത്രമാണ് താൻ ചെയ്തതെന്നാണ് മാതാവിന്റെ നിലപാട്. കുടുംബത്തിലെ ആഭ്യന്തര കലഹങ്ങൾ കുഞ്ഞിന്റെ ജീവനെടുക്കുന്നതിലേക്ക് നയിച്ചോ എന്നാണ് നെയ്യാറ്റിൻകര പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. മരണകാരണം സംബന്ധിച്ച് അന്തിമ നിഗമനത്തിലെത്താൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടും അനിവാര്യമാണ്. ബിസ്ക്കറ്റ് കഴിച്ചപ്പോൾ കുഞ്ഞിന്റെ ശ്വാസനാളത്തിൽ തടസ്സം നേരിട്ടതാണോ അതോ ഭക്ഷണത്തിൽ കലർന്ന മറ്റെന്തെങ്കിലും രാസവസ്തുവാണോ മരണത്തിലേക്ക് നയിച്ചതെന്ന് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കും. കുഞ്ഞിന്റെ ശരീരത്തിൽ കണ്ടെത്തിയ നിറവ്യത്യാസവും തണുപ്പും മരണത്തിന് മുൻപ് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചതിന്റെ സൂചനയായാണ് വിദഗ്ധർ കാണുന്നത്. ഷിജിലിനെ കസ്റ്റഡിയിൽ എടുത്തത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലെങ്കിലും സാഹചര്യ തെളിവുകൾ അദ്ദേഹത്തിന് എതിരാണ്. കുഞ്ഞുമായി ഷിജിലിന് മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഗാർഹിക പീഡന പരാതികൾ നിലനിന്നിരുന്ന സാഹചര്യത്തിൽ ഷിജിലിന്റെ മുൻകാല ചരിത്രവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ കേസ് അതീവ ഗൗരവത്തോടെയാണ് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ഏജൻസികൾ നിരീക്ഷിക്കുന്നത്.